തന്നെ സിറോ മലബാർ സഭ പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സർക്കുലർ ചവറ്റുകുട്ടയിലിട്ടും കത്തിച്ചും വിശ്വാസികൾ പ്രതിഷേധിച്ചു. ഒരു കാരണവശാലും സർക്കുലർ പള്ളികളിൽ വായിക്കില്ലെന്ന് വിമത വിഭാഗം പറഞ്ഞു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ദുർശാഠ്യം അവർ കാണിക്കുന്ന വേഷം കെട്ടാണിത് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അത് ഞങ്ങളെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാ പള്ളികളിലും തന്നെ ഒരു പള്ളിയിൽ പോലും ഇത് വായിക്കാനോ ആരും വൈദികർ പോലും തയ്യാറായിട്ടില്ല. ജനങ്ങൾ അതിന് സമ്മതിക്കുകയില്ല. അപ്പോൾ ഇത് കത്തിച്ചും കീറിപ്പറിച്ചു ചവിട്ടിയോട്ടയിലിട്ടുമാണ് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രതിഷേധം. സർക്കുലർ തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ ഇറക്കിയിരിക്കുന്ന രീതി തന്നെ തെറ്റല്ലേ? ശരിയായ രീതിയിലാണോ സർക്കുലർ വരുന്നത്? എറണാകുളം അതിരൂപതയുടെ ഒഫീഷ്യൽ ചാനലായിട്ടുള്ള മിസത്തിലൂടെ പുറത്തിറക്കേണ്ട വൈദികർക്ക് കൊടുക്കേണ്ട സർക്കുലർ പത്രത്തിലൂടെ ചാനലിലൂടെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ആ ഉദ്ദേശശുദ്ധി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്, സർക്കുലറിലുള്ള അതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ, ആ സർക്കുലർ വൈദികരെ അവർ അംഗീകരിക്കുന്നില്ല. സെനറ്റിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ആ വൈദികരെ അവരുടെ വൈദിക വൃത്തിയിൽ നിന്നും അവരെ പുറത്താക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഈ വൈദികർ അവർക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല. അവരുടെ ജീവിതവും അവർ ജനത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നവരാണ്. അങ്ങനെ സമർപ്പിച്ചിരിക്കുന്ന വൈദികരെ, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വൈദികരെ ഞങ്ങൾക്ക് എങ്ങനെ തള്ളിപ്പറയാൻ പറ്റും? ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന വൈദികരെ ഇവർ ശിക്ഷിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇന്നത്തെ ഈ സർക്കുലർ തന്നെ ഒരു ഫാബ്രിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നഗരശാന്ത ഇതിനെ എതിർക്കുന്നത്. മാർപ്പാപ്പയോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു രീതിയിലും മാർപ്പാപ്പയോ അല്ലെങ്കിൽ തിരുസഭയോടോ കൂറ് കാണിക്കുന്നില്ല, നന്ദി കാണിക്കുന്നില്ല എന്ന രീതിയിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഒരു രീതിയിലും അങ്ങനെ അഭിയോഗം കാണിക്കില്ല. ഞങ്ങൾ മാർപ്പാപ്പയോട് അംഗീകൃതമാണ്. മാർപ്പാപ്പ പറയുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷേ ഇവിടെ അന്ന് കൊടുത്ത പരാതിയിൽ വന്നിട്ടുള്ള അതേ കണ്ടൻ്റാണ് ഇപ്രാവശ്യം സർക്കുലറിൽ വന്നിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം. അർച്ചന കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അർച്ചന, ഇന്ന് സർക്കുലർ പള്ളികളിൽ വായിക്കണം എന്ന് തന്നെയായിരുന്നു സഭാ നിർദ്ദേശം. ഏകദേശം സർക്കുലർ പള്ളികളിൽ വായിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പള്ളികളിൽ വായിപ്പിക്കാൻ സമ്മതിക്കാതെ തന്നെ ഇടഞ്ഞു നിൽക്കുകയാണോ ആൽമായ മുന്നേറ്റ സഭയടക്കമുള്ള വിമത വിഭാഗം? ഇവരുടെ നിലപാട് എന്താണ്? കാരണം വത്തിക്കാൻ അടക്കം ഇടപെട്ട കേസാണിത്. മാർപ്പാപ്പയുടെ നേരിട്ടുള്ള നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഏകീകൃത കുർബാന സമ്മതിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണോ വിമത വിഭാഗം? അതേസമയം ഈ സർക്കുലർ ഇന്ന് പള്ളികളിൽ വായിച്ചോ അല്ലെങ്കിൽ ഇനി ഉള്ള സമയത്ത് സർക്കുലർ പള്ളികളിൽ വായിപ്പിക്കില്ല എന്ന ഒരു നിലപാട് തന്നെയാണോ വിമത വിഭാഗം കൈക്കൊള്ളുന്നത്? സിറോ മലബാർ സഭ പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ സർക്കുലർ ചവറ്റുകൊട്ടയിലിട്ടും കത്തിച്ചും വിശ്വാസികൾ പ്രതിഷേധിച്ചു. ഇന്നലെ സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന് ശേഷം പള്ളികളിൽ പ്രത്യേക സർക്കുലർ വായിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ജോസഫ് മാർ ആൻഡ്രൂസ് താഴത്തിനെതിരെയുള്ള പരാതികളും ഇന്നലെ യോഗം ഉന്നയിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലർ എല്ലാ പള്ളികളിലും സഭാവിശ്വാസികൾക്ക് മുൻപാകെ വായിക്കണമെന്ന ഇന്നലെ സിറോ മലബാർ സഭയുടെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ സർക്കുലറാണ് വിമത വിഭാഗം പള്ളികളിൽ കത്തിച്ചും ചവറ്റുകൊട്ടയിലിട്ടും പ്രതിഷേധിച്ചത്. അർച്ചന ചേരുന്നുണ്ട്. അർച്ചന, ഇതേ നിലപാടിൽ തന്നെയാണോ, പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ വിമത വിഭാഗത്തിൻ്റെ തീരുമാനം? പ്രധാനമായും ഈ വിമത വിഭാഗം സർക്കുലറിൽ ഉന്നയിക്കുന്ന പരാതി എന്താണ്? കാരണം വത്തിക്കാൻ അടക്കം നേരിട്ട് ഇടപെട്ട്, മാർപ്പാപ്പ അടക്കം നേരിട്ട് ഇടപെട്ട ഒരു സംഭവം കൂടിയാണിത്. വിനിഷ, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ സർക്കുലിനെതിരെ ഇപ്പോൾ സർക്കുലിനെതിരെ ഉണ്ടാകുന്നത്. ഇന്ന് എല്ലാ പള്ളികളിലും, അതായത് അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും ഈ സർക്കുലർ വായിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയും സർക്കുലർ കത്തിക്കുകയും അതുപോലെ ചവിറ്റുകൊട്ടയിലിട്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടാകുന്നത്. ഇന്ന് കുർബാന കഴിഞ്ഞ് മുഴുവൻ പള്ളികളിലും ഭൂരിഭാഗം പള്ളികളിലും ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. എളംകുളം പള്ളിയിൽ ഇത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായി. അവിടെ ഈ സർക്കുലർ കീറി ചവിറ്റുകൊട്ടയിലിട്ടാണ് ഈ ആൽമായ മുന്നേറ്റവും അതുപോലെ ഒരു വിഭാഗം വിശ്വാസികളും പ്രതിഷേധിച്ചത്. എന്തായാലും ഇപ്പോൾ ഇടപ്പള്ളി സെൻറ്റ് ജോർജ് പള്ളിയിൽ ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ സർക്കുലർ വായിക്കുകയും അത് വിശ്വാസികൾക്ക് കൈമാറുകയും ചെയ്യുകയാണ്. അത്തരത്തിലുള്ള നടപടികളിലേക്കും കൂടെ കടക്കുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ രാവിലെ മുതൽ വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കുലർ ഇന്ന് വായിച്ച് ഈ ജൂലൈ 3-ന് മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നാണ് ഈ സർക്കുലർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും തുടക്കം മുതൽ തള്ളുകയാണ് ആൽമായ മുന്നേറ്റം. അതുതന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. അവർ തുടക്കം മുതൽ ആവർത്തിച്ചൊരു കാര്യം തന്നെയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന്. അത് തുടരുന്നൊരു സാഹചര്യം നിലവിൽ കടന്നു പോവുകയാണ്. മാത്രമല്ല, ഈ സിറോ മലബാർ സഭയുടെ ഈ സർക്കുലർ തള്ളുകയും അത് ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കില്ല എന്ന ഒരു തീരുമാനം കൂടി അവർ എടുക്കുന്നുണ്ട്. ഏകീകൃത കുർബാന
വൈദികരെ സഭയ്ക്ക് പുറത്താക്കുമെന്നാണ് ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല അവർ പിന്നീട് നടത്തുന്ന ശുശ്രൂഷകളും അതുപോലെ കാർമ്മികത്വം വഹിക്കുന്ന എല്ലാ ചടങ്ങുകളും റദ്ദാക്കുകയും ചെയ്യുമെന്നും ഈ സർക്കുലറിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് ഈ അൽമായ മുന്നേറ്റവും അതുപോലെ ഒരു വിഭാഗം വിശ്വാസികളും ഇതിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ഇത് തെറ്റായ രീതിയിലാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയത്. മാത്രമല്ല സിനഡ് ചേരുന്നതിന് മുന്നെയാണ് ഈ സർക്കുലർ പുറത്തിറക്കിയത്. ഇതെല്ലാം വിശ്വാസികളെ വലിയ രീതിയിൽ ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് കടുപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് തങ്ങളുടെ ഒന്നും അനുമതിയില്ലാതെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ മാത്രം താല്പര്യം അനുസരിച്ചാണ് ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കിയതെന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യം കൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ വാദം അനുസരിച്ച് ഈ ഏകീകൃത കുർബാന നടപ്പാക്കില്ല, ഈ ജനാഭിമുഖ കുർബാന തന്നെ ചൊല്ലുമെന്നാണ് ഈ വിശ്വാസികൾ പറയുന്നത്. എന്തായാലും ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും നമ്മൾ കണ്ടത്. ഇന്ന് രാവിലെ മുതൽ പല പള്ളികളിലും ഇത്തരത്തിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. എളംകുളം പള്ളിയിലെ വിശ്വാസികൾ ഇത് കീറിയെറിയും. ശരി, അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്. സിറോ മലബാർ സഭ പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. വിമത വിഭാഗമാണ് ഇത്തരത്തിൽ പള്ളികളിൽ സർക്കുലർ കത്തിച്ചും ചവറ്റുകൊട്ടയിലിട്ടും പ്രതിഷേധിച്ചത്. ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് വിമത വിഭാഗം. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ വിവിധ പള്ളികളിൽ വിമത വിഭാഗം പ്രതിഷേധിച്ചു. വിശദാംശങ്ങളാണ് അർച്ചന കൊച്ചിയിൽ നിന്ന് നൽകിയത്.